പണ്ട് മുതലേ വീട്ടിലേക്കുള്ള പച്ചക്കറികളും മറ്റ് ആവശ്യ സാധനങ്ങളൊക്കെ ഉമ്മച്ചിയായിരുന്നു ഉപ്പച്ചിനെ കൊണ്ട് പറഞ്ഞ് വാങ്ങിപ്പിക്കാറുള്ളത്. ഞാൻ ആ ഭാഗത്തേക്കേ പോവാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പ് ഒരിക്കലും വീട്ടിൽ പെട്ടെന്ന് തീർന്നു പോവരുത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എനിക്കറിയില്ലായിരുന്നു. ആദ്യം ഒന്ന് ഉപ്പ് കഴിയുമ്പോഴാണ് കേട്ടോ വാങ്ങി വെക്കാറുള്ളത്. ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല, അത് പറഞ്ഞു കേട്ട് ശീലമുള്ളത് കൊണ്ട് നേരത്തെ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അതൊന്ന് കുപ്പിയിലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് ലഞ്ച് റെഡിയാക്കുന്നത് കഞ്ഞിയും പയറുമായിരുന്നു കേട്ടോ. നല്ല ചൂടാണ്. ഇപ്പം നാട്ടിൽ വയനാട്ടിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാ ജില്ലയിലും ഏകദേശം ഒരേപോലെയാണ് ചൂട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കഞ്ഞിയും പയറാണ് ഏറ്റവും കംഫർട്ടായിട്ട് കുടിക്കാൻ കഴിയുന്നതും. അങ്ങനെ അത് റെഡിയാക്കുന്നതിനിടയിൽ 2 ബട്ടർ അരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പഴുത്തോ നോക്കണ്ട. അരിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുക്കൊന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അധികം ഇവിടെയൊക്കെ അരിയിൽ തന്നെയാണ് വെക്കാറുള്ളത്. കഞ്ഞി റെഡിയാകുമ്പോഴേക്കും കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കാനായിട്ട് തേങ്ങ ചിരകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉണക്കമീൻ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. കുറച്ച് തെരണ്ടി ഉണ്ടായിരുന്നു, അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എത്ര ചൂടാണെങ്കിലും വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ. ഒരു പനി പോലും വന്നാൽ ചിലപ്പോൾ കഞ്ഞി കുടിക്കാത്തവരുണ്ടാവും. പക്ഷേ എനിക്ക് പയറിട്ട കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കും ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചൂടൊക്കെ ഉള്ള ടൈമിന് കുട്ടികളോട് ചോദിച്ചിട്ട് അധികം ഇതാക്കാറുണ്ട്. അത് കഴിഞ്ഞ് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടി എടുത്തിട്ട് പുതിയത് വിരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ കഞ്ഞി റെഡിയായിട്ട് വന്ന് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഉച്ചക്കത്തെ ലഞ്ച് ടൈം ആയപ്പോൾ കുറച്ച് കടുമാങ്ങൻ്റെ അച്ചാറുണ്ടായിരുന്നു, അതും ചമ്മന്തിയും കൂടെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുകയാണ്. അതിന് ശേഷം പിന്നെ ഒരു ബട്ടർ എടുത്ത് ജ്യൂസ് അടിച്ച് അതും കുടിച്ച്. അപ്പോൾ ഇന്നത്തെ കാര്യം ശുഭം.